ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പച്ചത്തക്കാളിയും ചെമ്മീനും ചേർത്തുള്ള ഒരു തോരനാണ്. അതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 5 പച്ചത്തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ആദ്യമേ നമുക്ക് ഈ പച്ചത്തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. തോരൻ അരിയുന്ന പോലെ നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. അങ്ങനെ എടുത്തു വെച്ചേക്കുന്നതാണ് ഇത്. അതിലേക്ക് ഞാൻ 1/2 കിലോ ചെമ്മീനാണ് എടുത്തേക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കി നല്ല ക്ലീൻ ആക്കിയതിന് ശേഷം അതിന്റെ ഉള്ളിലെ അഴുക്കൊക്കെ കളഞ്ഞ് ക്ലീൻ ആക്കിയതിന് ശേഷം ചെമ്മീൻ 2ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. തക്കാളിക്ക നല്ലതായിട്ട് വെന്ത് പോകുമ്പോൾ അത് വലിയ കഷ്ണങ്ങളായിട്ട് കിടക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ചെമ്മീൻ ഇതുപോലെ 2ആയിട്ട് മുറിച്ചെടുത്തേക്കുന്നത്. അതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. 2 മീഡിയം സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 8 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 1 കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 8 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില. അതിലേക്ക് അരമുറി തേങ്ങാപ്പീരയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് എടുത്തേക്കുന്നത്. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് അതുണ്ടാക്കാൻ വേണ്ടത്. അതിനും ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴന്നു കഴിയുമ്പോൾ ഇതിന്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്നുകൂടെ വഴറ്റിയെടുക്കാം. പച്ചമുളകിന്റെ പച്ചച്ചുവയൊക്കെ പോകുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം അതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. സവോളയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്നുകൂടെ വഴറ്റിയെടുക്കാം. ഇതൊക്കെ നന്നായിട്ട് വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അത് ഒരു 3-4 മിനിറ്റ് വേകാൻ വേണ്ടി നമുക്ക് അടച്ചു വെക്കാം. തക്കാളിയിൽ കുറച്ച് വെള്ളമൊക്കെ കാണും. അതുകൊണ്ട് ആ വെള്ളത്തിൽ കിടന്ന് നമുക്ക് ഈ തക്കാളി വെന്തെടുത്താൽ മതി. ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിയൊക്കെ ഒരു പകുതി വേവായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ചെമ്മീനും ചേർത്ത് നന്നായിട്ടൊന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ചെമ്മീനും തക്കാളിയും എല്ലാം കൂടെ നന്നായിട്ട് വെന്ത് വരണം. അതിലെ വെള്ളമൊക്കെ വറ്റി വരുന്നിടം വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് വെള്ളമൊന്നും അഡീഷണൽ ചേർത്ത് കൊടുക്കണ്ട. തക്കാളിയിൽ നിന്നും ചെമ്മീനിൽ നിന്നുമുള്ള വെള്ളത്തിൽ അത് കിടന്നു വെന്താൽ മതി. ഇതും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്നുകൂടെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മൾ അഡീഷണലായിട്ട് വെള്ളമൊന്നും ചേർത്തിട്ടില്ല. തക്കാളിയിൽ നിന്നും ചെമ്മീനിൽ നിന്നും ഇറങ്ങി വന്ന വെള്ളമാണിത്. ചെമ്മീനും തക്കാളിയും ഒക്കെ നന്നായിട്ട് വെന്തു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പീരയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതും ചേർത്ത് നന്നായിട്ടൊന്നുകൂടെ ഇളക്കി യോജിപ്പിക്കാം. മഞ്ഞളിന്റെയും തേങ്ങാപ്പീരയുടെയൊക്കെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതൊക്കെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും നമുക്കൊരു 2-3 മിനിറ്റ് കൂടെ ഇതൊന്ന് വേകാനായിട്ട് അടച്ചു വയ്ക്കാം.
നമ്മുടെ ചെമ്മീനും തക്കാളിയും തേങ്ങാപ്പീരയും എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് 2-3 മിനിറ്റായി. വീണ്ടും നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ ചെമ്മീനും തക്കാളിയും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലെ കുറച്ച് വെള്ളം കൂടി ഉണ്ട്. അതുകൂടെ ഒന്നും വറ്റി വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. ആവശ്യത്തിനുള്ള ഉപ്പ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മുടെ ടേസ്റ്റിയായ ചെമ്മീനും പച്ചത്തക്കാളിയും കൂടെയുള്ള തോരൻ റെഡിയായി. അതിനിയും ഒരു സെർവിംഗ് പ്ലേറ്റിലെടുത്ത് നമുക്ക് സെർവ് ചെയ്യാം. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ തോരനാണിത്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.